ഗുഡ് ഈവനിങ് ഗായ്സ്, ഹേ അക്കുവിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞങ്ങൾ ഒരു ഇപ്പോൾ സമയം ഒരു 8:30 കേട്ടോ. 8:30 ഞങ്ങളിങ്ങനെ ചുമ്മാ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നാൽ പിന്നെ ഒന്ന് പുറത്തേക്ക് പോവാം എന്ന് വെച്ചിട്ട് ഞങ്ങളിങ്ങനെ ഒരു പ്ലാൻ ഇട്ടു. അതെല്ലാവരും ശരി വെച്ചു. അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പം പുറത്തോട്ട് പോകാൻ പോവാണ്. ഞങ്ങൾ 9 മണിയാകുമ്പോഴത്തേന് ഇറങ്ങാമെന്ന് വെച്ച് ഇരിക്കുക. അതുകൊണ്ട് ജിബിനച്ചേഷനാണ് സുഹൃത്തുക്കളെ. നിക്കറാണോ? റെഡിയായോ? ഓക്കെ, അപ്പോൾ ഞങ്ങൾ പുറത്തോട്ട് പോകാൻ പോകും. ഞങ്ങൾ ഡിന്നറൊക്കെ അടിച്ചിട്ട് നൈസിനിങ് വരാം. അപ്പോൾ തുടർന്നുള്ള വിശേഷങ്ങൾ ഞങ്ങൾ അവിടെ ചെന്നിട്ടൊക്കെ പറയാം. അതുകൊണ്ട് വിജനതയിൽ നോക്കി നിൽക്കുന്ന ഏട്ടത്തി ഫോണിൽ കളിച്ചോണ്ടിരിക്കുക. എന്തു ഏട്ടത്തി? ഇവരെല്ലാമേ മറ്റേ റെമനിയുടെ ആൾക്കാരാണ്. ഭയങ്കര എഡിറ്റിംഗ് എന്ന് വെച്ചാൽ ഒടുക്കത്തെ എഡിറ്റിങ്ങാണ്. ഞാൻ എൻ്റെ ഈ ഫോണിൽ ഉള്ള റോപ്പിക്കെല്ലാം ഫോട്ടോ എടുത്ത് കൊടുക്കും. പുള്ളിക്കാരി നൈസിനത് റെമനിയിൽ എഡിറ്റ് ചെയ്യും കേട്ടോ. അങ്ങനത്തെ ചില ചേച്ചി മാത്രമല്ല, എല്ലാവരും അങ്ങനെ. ഞാൻ ചെയ്യാറില്ലെന്നേ ഉള്ളൂ. ഒട്ടുക്കത്തെ മഴയാണ്, എങ്ങനെ പോകുന്നൊരു പിടുത്തമില്ല. പോകുന്ന വഴിക്ക് ഇനി നമ്മുടെ ഫുൾ ഗ്യാങ്ങിനെ വിളിച്ചോണ്ടായിരിക്കും നമ്മൾ പോകുന്നത്. എന്തായാലും നോക്കാം എന്താ സംഭവിക്കാൻ പോകുന്നത്. പോവാ. നമ്മുടെ പ്ലാൻ ഒന്നും നടന്നില്ല, സാരമില്ല. അതെ, ഹലോ. പള്ളിയുടെ ചാനലല്ലേ? അതിനകത്ത് ഓൾറെഡി വ്യൂസ് ഉണ്ട്. 500 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. പിന്നെ ഞങ്ങളെന്നാ പുറത്തോട്ട് പോയിട്ട് വരാം. ഓക്കെ ബൈ. പമ്പ് തിരിച്ചു കൊടുക്കാൻ പോവാന്നോ? ഈ പമ്പുണ്ടല്ലോ, ഇത് ജിനിച്ചാന്റെ പമ്പാണ്. പായല് നല്ലോണം കഴുകും. ജിനിച്ചാന്റെ വീട്ടില് നല്ലോണം അത് കഴുകി അടിച്ചു. ചേച്ചി തലവരെ തുറന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കൾ. മഴയാണ്, താണ്ട ഗേറ്റ് തുറക്കുന്നു. അപ്പൊ ഞങ്ങളൊന്ന് പോയിച്ചു വരട്ടെ. ഓക്കെ, ഞങ്ങൾ കുറച്ച് ലേറ്റ് ആവും. നല്ല ബൈ. അങ്ങനെ പോവാ. ബൈ. അങ്ങനെ ഞങ്ങൾ പോകുവാൻ പോകുന്നു സുഹൃത്തുക്കളെ. പോവാ. എടുത്ത് ഈ തലക്കറി കൂട്ടിയോ? എങ്ങനെയുണ്ട് അഭിപ്രായം പറയും. അപ്പ ഓക്കെ, അപ്പൊ ഞങ്ങളിപ്പോ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. സിബിനെ ഒന്ന് വിളിക്കട്ടെ. സിബിനെ അല്ല, സിറിലിനെ വിളിക്കാം. സിറിലിനെ ജീവനച്ചാൻ വിളിക്കുക, ഞാൻ സിബിനെ വിളിക്കാം. കടയിലോട്ട് വന്നാൽ മതി. സിബിനെ ഒന്ന് വിളിക്കട്ടെ. സിബിനെ ഒന്ന് വിളിക്കട്ടെ. മുത്തേ, ഞങ്ങൾ ഇറങ്ങി. കടയിലോട്ട് വരാടാ. ഞങ്ങളിപ്പോ അങ്ങോട്ട് വരുവേ. ഓക്കെടാ മുത്തേ. ഓക്കെ, അപ്പൊ സിവിൻ കടയിലോട്ട് വരുവോ? സിറിലും കടയിലോട്ട് വരുവാന്നോ? സിറിലും കടയിലോട്ട് വരുവാണ്. റോണിയോ? അവർ ഓൾറെഡി കടയിലുണ്ട് കേട്ടോ. റോബിനോ? എല്ലാവരും അവിടെ ഉണ്ട്. നമ്മളേ ഉള്ളു അങ്ങോട്ട് പോവാൻ. സിറിലും സിവിനും നമ്മളേ ഉള്ളൂ. ഇനി നേരെ കടയിൽ പോവാ. കടയിൽ നിന്ന് നമ്മൾ നേരെ എവിടെ പോകുന്നു? കൊട്ടാരക്കര പോകുന്നു. കൊട്ടാരക്കര എവിടെ പോകുന്നു? അവിടെ ചെന്നിട്ട് ഡിസൈഡ് ചെയ്യും. അപ്പൊ നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്ന KFC പോകാനായിട്ടോ. അപ്പൊ അവിടെ ചെന്നിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം എവിടെ പോകണമെന്ന്. അടൂരും ഉണ്ട്, കൊട്ടാരക്കരയും ഉണ്ട്. അപ്പൊ എന്നെ സംബന്ധിച്ച് നമുക്ക് അടൂരല്ലേ വെച്ചാൽ വലിയ ഗുണമില്ലാത്തൊരു സാധനം നമുക്ക് കഴിക്കാൻ കിട്ടിയത്. എനിക്ക് ഇതുവരെ കിട്ടിയത് അടൂരുള്ള എല്ലാം പന്ന. അതെ, ഫുള്ള് അത്രയും ഒരു സുഖമില്ലാത്ത പീസസ് അടൂര് വരുന്നത്. കൊച്ചു പീസസ്. പക്ഷെ കൊട്ടാരക്കര അത്യാവശ്യം നല്ല, കമ്പാരിറ്റീവ്ലി ഭേദം കൊട്ടാരക്കരയിലെ ആണ്. തമ്മിൽ ഭേദം തൊമ്മൻ എന്നൊക്കെ പറയത്തില്ലേ. അപ്പൊ അങ്ങനെ നോക്കുവാണെങ്കിൽ ഏറ്റവും ബെറ്റർ എന്നല്ല, ഉള്ളതിൽ ബെസ്റ്റ് കൊട്ടാരക്കരയാണ്. നമുക്ക് ബാക്കി നോക്കാം, അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാം. ഇനിയിപ്പോ പറയാൻ പറ്റത്തില്ല. നമ്മൾ ഇന്ന് രാത്രി ചെല്ലുമ്പോ കുറച്ചും കൂടെ നല്ല ഫുഡ് അടൂരിന്ന് കിട്ടിയാലോ? ഏത് ഏട്ടത്തിക്ക് എവിടത്തെ ഇഷ്ടം? അടൂരിലെ ഇഷ്ടം അല്ലേ? അടൂരിലെ അന്ന് ഒരു പ്രാവശ്യം ഞങ്ങൾ മേടിച്ചു. തിരുവല്ലയിലോ?
അയ്യോ KFC അടിപൊളിയല്ലേ? തിരുവല്ല KFC അടിപൊളി. അവിടെ എത്തുമ്പോ KFC അടഞ്ഞു പോകും. 9 ഇപ്പൊ നമ്മള് പോവാണെങ്കിൽ 10 മണിയാകുമ്പോ ചെല്ലത്തില്ലേ? ഇവിടെ തിരുവല്ല ഒരു മണിക്കൂർ ചെങ്ങന്നൂര് വരെ 1 മണിക്കൂർ. അവിടുന്ന് കുറച്ചല്ലേ ഉള്ളൂ ചങ്ങനാശ്ശേരി. അല്ല പിന്നെ ഞങ്ങളൊരു കേസ് വട്ടാവോ? എപ്പോഴാന്ന് നോക്ക് ക്ലോസ്. നമുക്ക് എന്തായാലും നോക്കാം. അവിടെ ചെന്നിട്ട് ഒരു തീരുമാനമൊക്കെ എടുക്കാവേ. ഞങ്ങളിപ്പൊ കടയിലെത്തും. ഇപ്പൊ എവിടായി ഇത് നമ്മള് കായംകുളത്തേക്ക് 1 മണിക്കൂർ നമ്മൾ ഓടിച്ചെത്തുവോ? കായംകുളം 1 മണിക്കൂർ എത്തോടാ. എത്തും. മഴയും കൂടെ ആയിപ്പോയി. നമ്മളിനി അവിടെ ചെന്ന് അവിടെ എന്തെങ്കിലും ബ്ലോക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മളവിടെ ട്രാപ്പായി പോകും സുഹൃത്തുക്കളെ. ന്യൂയോർക്ക് ചിക്കൻ ന്യൂയോർക്ക് ചിക്കൻ എന്ന് പറയുന്ന ഒരു അടിപൊളി ഒരു റെസ്റ്റോറന്റ് ഉണ്ട് തിരുവനന്തപുരത്ത് കേട്ടോ. എന്റെ അമ്മ അടിപൊളി. അവിടെ ബർഗർ കഴിക്കണം. എന്തുവാന്ന് വെച്ചാ ബർഗർ ഐറ്റം എന്തുവായിരുന്നു? ബഫല്ലോ ബ്രുക്ലിൻ ബർഗർ കേട്ടോ. എന്റെ അമ്മ ഇവിടെ ഒരു രക്ഷയില്ലായിരുന്നു. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങള് തിരുവനന്തപുരത്തേക്ക് നിങ്ങൾ എയർപോർട്ടിലേക്ക് പോകുമ്പോഴേ അവിടെ സെർച്ച് ചെയ്ത് യൂട്യൂബ് മറ്റേ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്ത് പോയാലും മതി. എന്തുവാ അതിന്റെ പേര്? ന്യൂയോർക്ക് ചിക്കൻ ആണ്. ഡോമിനോസ് ഇതിന്റെ ഓപ്പോസിറ്റ് വരുന്നതാണ്. നമ്മള് സ്ഥലത്തിന്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ. കീഴുവായ്പൂര കഴക്കൂട്ടത്ത് ഡോമിനോസിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. കഴക്കൂട്ടം ഡോമിനോസിന്റെ ഓപ്പോസിറ്റ്. അപ്പൊ നിങ്ങൾ പറ്റുമെങ്കിൽ ഒന്ന് പോയി കഴിച്ചു നോക്കണം കേട്ടോ. ഒരു രക്ഷയില്ല. ഞങ്ങൾ ഒരു തവണ കയറിയുള്ളൂ. പക്ഷെ ആ ഒരു എക്സ്പീരിയൻസ് ഒരു ഒന്നൊന്നര എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങള് ഇത്ര അടിപൊളി ബർഗർ കഴിച്ചിട്ടില്ല. ഞാൻ കഴിച്ചിട്ടില്ല. ജിബിനച്ചൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. അത്രയും ടേസ്റ്റ് ഉള്ള സാധനം ടെക്സസിലാണ്. ജിബിനച്ചൻ ടെക്സസിൽ പോയപ്പോഴാണ് അത് കഴിച്ചത്. സാധനം ഇവിടെ കിട്ടും. അപ്പൊ ആ സെയിം ടേസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. അപ്പോൾ പോയി കഴിക്കുക കേട്ടോ. നിങ്ങൾ പറ്റുന്നൊരു ട്രിവാൻഡ്രത്തൊക്കെ ഇതിനൊക്കെ പോകുമല്ലോ, ഓട്ടത്തിനൊക്കെ പോകുമല്ലോ, മറ്റേ ട്രിവാൻഡ്രം എയർപോർട്ടിലൊക്കെ പോകുമ്പോഴേ പോയി കഴിച്ചു നോക്കുക. അടിപൊളിയാ. അപ്പൊ ഞങ്ങൾ താണ്ടെ കടയിലെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കടയിലാരോ ഉണ്ടല്ലോ. കടയിൽ റോണിയ ചേച്ചി ഞങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. മാടി വിളിക്കുന്ന മെനോറി ഉണ്ടല്ലോ. നീ അവിടെ ഇരുന്ന് നോക്കിയത് വ്യക്തിയുണ്ടോ നല്ലേടി ചേച്ചി? അയ്യോ അവൻ വീഡിയോ എടുത്തോണ്ടായിരുന്നു. എന്ത് ചെയ്യാ? തുറന്നേച്ച അമ്പോ എന്തോ തെന്നലേ റോണിയേച്ചിയേ നമസ്കാരം. മെനോറി ജിരിച്ചോ നമോഭാഗം. അടിപൊളി ന്യൂയോർക്ക് ചിക്കൻ നമുക്ക് അങ്ങോട്ട് പോയാൽ എന്താ ഇപ്പൊ തിരുവനന്തപുരത്ത് പോയാ? നമ്മൾ ഒറ്റ മൈൻഡ്. ജിനിച്ച എന്താ വെച്ചാ ഞെട്ടുന്നത്. ജിനിച്ച ഇതിന് വലിയ ഓട്ടം പോയിട്ടുണ്ട്. മാളു ചേച്ചി ഉണ്ടെങ്കിൽ ഓക്കെ. അങ്ങനെയാണെങ്കിൽ KFC കൊട്ടാരക്കരയോ അടൂരോ പേടിച്ചു പോയിട്ടോ. ഒരു കാലം അവിടെ നിന്ന് നോക്കുന്നു. ആരാ അത്? എന്താ പരിപാടി? അവൻ അവിടെ വേറെ എന്തോ പരിപാടിയില്ല. ഏതോ പെങ്കൊച്ചിന്റെ അടുത്ത് സൊല്ലുവാണ് ഗൈസ്. പിന്നെ ഇനിയിപ്പോ ടാബ് മാറ്റിയിട്ടോ പിന്നെ. ഓക്കെ. അപ്പോ ജിനിച്ചാന്റെ കടയിൽ പുതിയ ഐറ്റംസ് വന്നേക്കാണ് കേട്ടോ. ഈ ഡാസ്ലറിന്റെ നെയിൽ പോളിഷ് ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കോസ്മെറ്റിക് ഐറ്റംസ് വന്നിട്ടുണ്ട്. ലിപ് കളർ വന്നിട്ടുണ്ട്, പെർഫ്യൂംസ് വന്നിട്ടുണ്ട്, ഇത് വന്നിട്ടുണ്ട്, എണ്ണ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സ്പ്രേ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർ നേരെ ജിനിച്ചാൻ്റെ കടയിലോട്ട് വന്നാൽ മതി. എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. എല്ലാ ഐറ്റവും ഉണ്ട് കടയിൽ. ഇപ്പം ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. കട നിറച്ച് ഇപ്പൊ സാധനങ്ങളാണ്. അപ്പൊ എല്ലാം ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ കട. ഇനി നമ്മൾ പതുക്കെ ഇതൊരു മറ്റേ എന്താ പറയുന്ന ഒരു സൂപ്പർ മാർക്കറ്റായിട്ട് പ്രഖ്യാപിക്കുന്നു. അതെ, സൂപ്പർ മാർക്കറ്റായിട്ട്. നെയിൽ പോളിഷ് പലവിധം, പല കളറില്. പക്ഷെ നെയിൽ കട്ടറോ പല വിധം, പല കളറിലല്ലേ. നഖം വെട്ടാനല്ലേ ഇത് ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ തലമുടി ഇതൊക്കെ ഞാൻ ഇടും. ചിരിച്ച് കളിക്കൊന്നും ചെയ്യണ്ട. ദാണ്ട് ചേച്ചി കൈ കാണിച്ചപ്പോ ചേച്ചി സെൻസ് ചെയ്യുന്നു. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, ഡാസ്ലറിന്റെ
എല്ലാവരും ചില്ലറ സാധനമൊന്നുമില്ല, ഡാസ്ലറിൻ്റെ സാധനങ്ങൾ ഇവിടെ വെച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് നേരെ മെനോറ സ്റ്റോഴ്സിനെ കോൺടാക്ട് ചെയ്താൽ മതി. ഇങ്ങനെ പ്ലാൻ ഓൺ ഗൈസ്. തലക്കറി ഉണ്ടാക്കി, നെറ്റ് മാത്രം കഴിച്ചു, ഞങ്ങൾക്കൊന്നും തന്നില്ല. പിന്നെന്താ, പോയേക്കാലോ. സുഗണോ, ഹലോ. ഇന്ന് നമുക്കൊരു കണ്ടന്റ് ഉണ്ടാക്കണം. എടാ ക്ലാസ് നോക്കിക്കോ. വെള്ളം അരക്കരയാണോ അടൂരാണോ? അടൂർ അത്ര സുഖമില്ലടാ. ഞങ്ങൾ ഒരു പ്രാവശ്യം ആണോ? കോഴിയുടെ കാല, അടൂര് കോഴിയുടെ കാലുണ്ടല്ലോ, കുഞ്ഞു 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 കാല, ഒരു വല്ലാത്തൊരു ഉണ്ട്. സ്നേഹം കൊണ്ടൊരു അപ്പൊ നമ്മള് കൊട്ടാരക്കരയാണ് പോകുന്നത് സുഹൃത്തുക്കളെ. കൊട്ടാരക്കര പോവാം. എല്ലാരും കടയൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്യുന്നു. അല്ല, കടയൊക്കെ പാക്ക് ചെയ്യണം. കടയൊക്കെ പൂട്ടുന്നു. റോബിനാണ് കട പൂട്ടുന്നത്. ഗ്ലാസ് പൊക്കിയിട്ടേക്കാം. ഓടിച്ചോ. ഞാൻ ഓടിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ വീഡിയോ എടുക്കുന്നു. അയ്യോ. പിന്നെ സിവിനെ മോനെ എന്താണ്ടോ വിശേഷം? സിവിൻ എന്താടാ ഒരു മൂകത. വാട്ട് ഹാപ്പൻ ബ്രോ? നിന്റെ കൗണ്ടറിന് വേണ്ടി ഞാൻ ഈ ക്യാമറ പൊക്കി പിടിച്ചോണ്ട് വന്നത്. നിന്റെ 2 കൗണ്ടറിന് എനിക്ക് ഒരുപാട് വ്യൂസ് കിട്ടുന്നുണ്ട്. ഓൾ സെറ്റ് സിർലെ, ഓൾ സെറ്റ് സിവിനെ, ഓൾ സെറ്റ്. എന്താടാ നീ മേടിച്ചെടുത്ത ടീഷർട്ടൊക്കെ ഇട്ടേക്കുന്നത് സെറ്റാക്കി. എടാ എന്നിട്ട് അനക്കാനങ്കാതെ അവൻ അവിടെ ഇരിക്കുന്നവൻ. എടാ ഇതൊന്നും ഇടല്ലേ, അമ്പളെ സണ്ണിക്കുട്ടി സണ്ണിക്കാൻ വിളിച്ചിട്ട് നീ എന്നാലും അങ്ങനെ പറഞ്ഞല്ലോടാ. ഒടുക്കത്തെ മഴയാണ് മക്കളെ, ഒടുക്കത്തെ മഴ. സ്റ്റാർട്ട്. വയറകത്ത് പിടിക്കാനാണ്. അപ്പൊ ഞങ്ങള് കൊട്ടാരക്കര ടൗൺ ആയി. ഭയങ്കര മഴ കേട്ടോ, ഒരു രക്ഷയില്ലാത്ത മഴ. ദൈവമേ, എടാ KFC ഒക്കെ നേരത്തെ അടയ്ക്കും ഇനി മഴയാന്നൊക്കെ പറഞ്ഞോണ്ട്. ഇല്ലടാ, അങ്ങനെ അടയ്ക്കത്തില്ല. ഉറപ്പാണോ? ഉറപ്പിക്കാമോ? ഇല്ലെങ്കിൽ നിനക്ക് കൊല്ലത്തായാലും തിരുവനന്തപുരത്ത് പോയാലും KFC വാങ്ങി തരും. അത്രേ ഉള്ളൂ. അറിഞ്ഞാ മൈൻഡ്. അയ്യോ. അപ്പോഴേ ഈ KFC കഴിക്കുന്നോണ്ട് തെറ്റൊന്നുമില്ല കേട്ടോ. ഒത്തിരി കഴിച്ചാലേ ഉള്ളു പ്രശ്നം. നമ്മള് KFC പോലത്തെ ഐറ്റംസ് അധികം കഴിക്കാതിരിക്കുന്നതല്ല. എന്നാലും ഇങ്ങനെ വല്ലപ്പോഴൊക്കെ ഒക്കേഷണലി കഴിക്കുന്നോണ്ട് തെറ്റൊന്നുമില്ല. പിന്നെ എടാ സിർലേ, മാളു ചേച്ചിക്ക് ഇപ്പം KFC കഴിക്കാൻ പറ്റത്തില്ല. പ്രഗ്നന്റ് ലേഡീസിന് KFC പറ്റത്തില്ല. അപ്പൊ ഒരു കണക്കിന് കൊണ്ടുവരാനൊരു കാര്യമായി ചേച്ചി പോസ്റ്റായി പോയാൽ. ആണോ? അയ്യോ, വെജ് വല്ലതും വാങ്ങാം. കിട്ടും. KFC ബർഗർ ഉണ്ട്, വെജ് ബർഗർ ഒക്കെ കാണും, വെജ് സിംഗർ ബർഗർ ഒക്കെ കാണും. അപ്പൊ ഞങ്ങളിപ്പം ലോട്ടസ് റോഡ് കയറിയിരിക്കുകയാണ്. ലോട്ടസ് റോഡ് കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ സഭയുടെ ഒരു അരമന ഉണ്ടായിരുന്നു. അതിപ്പം എന്തോ ഗവൺമെന്റ് പ്രോപ്പർട്ടിയാണ്. അപ്പൊ ഞങ്ങൾ അപ്പം അവിടെ ആയി. ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു 10 മിനിറ്റേ ഉള്ളൂ KFCക്ക്. ഞങ്ങൾ ഇനിയിപ്പം അവിടെ എത്തിയിട്ട് തുടർന്നുള്ള വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് നിങ്ങളെ കാണിക്കാം. അപ്പം ഞങ്ങൾ KFC എത്തിയിരിക്കുകയാണ്. ഇങ്ങനെ ഒരു സംശയത്തിലാണ് നമ്മൾ എന്ത് കഴിക്കണമെന്ന്. അപ്പോൾ ഏട്ടത്തി പറഞ്ഞ് ബക്കറ്റ് കഴിക്കാമോ. ബക്കറ്റ് ആരില്ല കഴിക്കുക, ഒരു തൊട്ടിയും കയറി ഉണ്ടായിരുന്നു. തമാശ, പക്ഷെ വലിച്ചില്ല, സാരമില്ല. ചുമ്മാ ചേച്ചി. അയ്യോ, മെനോറി ഓടിപ്പോയേ. സംഭവം എന്ന് വെച്ചാലേ, മാളു ചേച്ചി ഞങ്ങളോട് വരാനായിട്ട് പ്ലാൻ ചെയ്യുമായിരുന്നേ. പക്ഷെ മാളു ചേച്ചിക്ക് ഇപ്പം കഴിക്കാൻ പറ്റത്തില്ല. കാരണം ഇത് പ്രഗ്നന്റ് ലേഡീസിന് KFC കഴിക്കാൻ പാടില്ല. അപ്പോൾ എന്താ റീസൺ എന്ന് എനിക്ക് അറിയുന്നൂടാ. ചിലപ്പോൾ ഈ ഹോർമോണൊക്കെ കുത്തിവെക്കുന്നതുകൊണ്ടൊക്കെ ആയിരിക്കാം.
പക്ഷെ നമ്മളായിട്ട് എന്തിനാ റിസ്ക് എടുക്കുന്നത്, അതുകൊണ്ട് ചേച്ചിയെ നമ്മൾ കൊണ്ടുവന്നില്ല. ഇപ്പം ചേച്ചി വിളിച്ച് ഓർഡർ മറ്റേ പാഴ്സൽ ചെയ്യാനൊക്കെ ആയിട്ടൊക്കെ പറഞ്ഞു കേട്ടോ. റോണി ചേച്ചി സുഖമാണോ? ചേച്ചി ഇങ്ങോട്ടല്ലല്ലോ നോക്കുന്നത്. ഞാൻ കരുതി ദൈവം എന്റെ കണ്ണടിച്ചു പോയ രണ്ട് ഓടി ഓടി കളിച്ച് എനിക്ക് അറിയാമായിരുന്നു വീഴാനാണ്. പക്ഷെ കുഴപ്പമില്ല, പിള്ളേരാകുമ്പോൾ ഓടും ചാടും മറിയും വീഴും കരയും, ഇതൊക്കെ സർവ്വസാധാരണ ഈ പ്രായത്തിലൊക്കെ ഉള്ളതാണ്. എന്തോ ചേച്ചി ഡിപ്പ് മാത്രമല്ല ചിക്കനും ഉണ്ട് അതിനകത്ത്. ഇന്ത്യൻ തന്തൂരി ആ ഇതായിരിക്കും ബർഗർ. നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങൾക്ക് ബർഗർ വേണ്ടെന്ന്? ഇതാണ് കെൻറ്റക്കി ഫ്രൈഡ് ചിക്കൻ. ഇതാണ് KFCയിലെ മറ്റേ അപ്പൂപ്പൻ, മറ്റേ ലോഗോയിലുള്ള അപ്പൂപ്പൻ. പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ. മെനോറി ഫോമിലാണ്, ജിനിച്ചാൻ ഫോമിലാണ്, സിറിലും ഫോമിലാണ്. സിറില് കിട്ടിയടാ, നീ കൊച്ചിനെ അമക്കുന്നോടാ. അതെ അതെ അതെ, ഇത് നിങ്ങളോട് പറയാൻ പറഞ്ഞു, ഇത് സിറിൽ, സിബിൻ്റെ ചേട്ടനാണ് സിറിൽ കേട്ടോ. നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞേക്കാം. സിബിൻ്റെ ചേട്ടൻ സിറിൽ, റോബിൻ്റെ പെങ്ങള് റോണിയ. അപ്പോൾ ഞങ്ങൾ ഒരു ചിക്കൻ ചാലഞ്ചിനൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. വേണോ ചിക്കൻ ചാലഞ്ച്? വേണോ? ലാസ്റ്റിൽ ചിക്കൻ കിട്ടാതാവൂ. നമ്മൾ തിന്ന് കട അടയ്ക്കും. നമുക്ക് നോക്കാം, അല്ലെങ്കിൽ വേറൊരു ദിവസം നമുക്ക് ജോളോ ചിപ്പ് ചാലഞ്ച് ഒക്കെ ചെയ്യും. അയ്യേ, അത് ഞാൻ എടുത്തോണ്ടാ ഫോട്ടോ. നല്ലതായി കാണിച്ചു ചേച്ചി. ഒരു ബന്ധമില്ലാത്ത പണി. ഇവിടെ നമ്മൾ അകത്ത് വന്നാലും പണി. ചുമ്മാ കേട്ടോ, റെയിൻ ആംബിയൻസ് ഒന്നുമല്ല, മേളിൽ നിന്നൊരു ചോർച്ച. നമ്മുടെ AC-യുടെ വെന്റിൻ്റെ അകത്ത് വരുന്ന വെള്ളത്തിന്റെ കേട്ടോ. എന്റെ റെയിൻ ആംബിയൻസ്. വെള്ളം ഞാൻ പറഞ്ഞേ നിങ്ങളുടെ കടയിലെ ഒരു സ്പ്രേ എനിക്ക് തരുമോ, മെനോറ് പറഞ്ഞു തരാമെന്ന്. ഞാൻ പറഞ്ഞേ ഞാൻ പൈസ തരത്തില്ല. അവള് ബിസിനസ് മൈൻഡ്. അവള് അല്ല. നമ്മുടെ സാധനം വന്നിട്ടുണ്ട് സുഹൃത്തുക്കളെ.
അങ്ങനെ നമുക്ക് എല്ലാ സാധനങ്ങളും വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പാത്രം കിട്ടില്ല കേട്ടോ, പാത്രം ഉണ്ട് സുഹൃത്തുക്കളെ. ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. എന്തോ ഐസോ പ്രൈസ് നമ്മൾ പറഞ്ഞോ? അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ പോകുന്ന സുഹൃത്തുക്കളെ. നമ്മൾ ഇതൊരു എന്താ പറയുന്നത് കോമ്പറ്റീഷൻ ഒന്നുമില്ല കേട്ടോ, ഞങ്ങൾ അല്ലാതെ ജസ്റ്റ് ഒന്ന് കഴിക്കുന്നതേ ഉള്ളൂ. ഞങ്ങളൊരു ചലഞ്ചൊക്കെ ചെയ്യും കേട്ടോ, ഇപ്പോഴല്ല, അതിനൊരു ടൈമൊക്കെ ആവട്ടെ. ഇപ്പോൾ രാത്രി ആയില്ല, അപ്പോൾ നമ്മൾ എന്തിനാ വെറുതെ അവരെ ബുദ്ധിമുട്ടിക്കുന്നത്. അപ്പോൾ ഒരു ചലഞ്ചുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അയ്യോ ചൂട് ചൂട്, അയ്യോ ചൂട് ചൂട് മെനോറി ചൂടറി. നിങ്ങൾ കുഞ്ഞു പീസ് എടുക്കാതെ വലിയ പീസ് എടുക്കുക ചേച്ചി. ബ്രസ്റ്റ് പീസിന്റെ ഡിമാൻഡ്. യെസ്, അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, എല്ലാവരും തൃപ്തരായിട്ടിരിക്കുകയാണ്. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. എല്ലാവരും ഹാപ്പിയാണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പം തിരിച്ചു പോകാൻ പോവുക. ഏകദേശം സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ തിരിച്ചു പോകുന്നു. ഇനി ബാക്കിയുള്ള വിശേഷങ്ങൾ നാളെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ എന്തെങ്കിലും വിശേഷങ്ങളുണ്ടെങ്കിൽ നാളെ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ശരി, അപ്പോൾ ഇന്നത്തേന് ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ ഇനിയിപ്പോൾ വീട്ടിൽ പോവാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇനി നാളെ കാണാം. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഞാൻ രാവിലെ എണ്ണിച്ചിട്ട് രാവിലെ പപ്പേനെ കൊണ്ടുവരണം കേട്ടോ. പപ്പ മെനഞ്ഞാന്ന് വൈകുന്നേരം വന്നായിരുന്നു. പപ്പയ്ക്ക് ഇവിടെ കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. അപ്പോൾ പപ്പയെ തിരിച്ച് കൊണ്ടാക്കിയിട്ട് വന്നിട്ട് നമുക്ക് നോക്കാം, എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ നമുക്കത് ക്യാപ്ചർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിനി താഴോട്ട് പോകാം. അമ്മച്ചി ഇവിടെ ഇരിപ്പുണ്ട്, പപ്പ റെഡി ആയിട്ടിരിക്കുന്നു, എട്ടത്തി ചായ കുടിക്കുന്നു. മച്ചി, ഓ എന്തുണ്ട്? ആ മമ്മി അമ്മച്ചി ഹൈ ഒക്കെ കാണിക്കുന്നു. ഇറങ്ങുവാന്നോ മമ്മി? ഒരുങ്ങിയോ? കേക്കട്ടെ, നമ്മള് റോ ഇതെല്ലാം വരും. ഹലോ, പോവാണോ? അപ്പൊ ഇറങ്ങുവാന്നോ? അപ്പൊ ഞങ്ങള് ഇറങ്ങാൻ പോവാ. അമ്മച്ചി വന്നേ. അപ്പൊ നമുക്കിനി അയ്യോ അപ്പൊ ഞങ്ങള് പോവുകയാണ് സുഹൃത്തുക്കളെ. നല്ല മഴ കേട്ടോ ഇവിടെ, നല്ല അടിപൊളി മഴയാണ്. അപ്പം ഞാൻ കലയവരത്ത് പപ്പ വിടാൻ പോവാ. തുടർന്നുള്ള വിശേഷങ്ങൾ അവിടെ എത്തിയിട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് ഫോൺ യൂസ് ചെയ്യാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് നമുക്ക് സംസാരിക്കാം. അപ്പോൾ യെസ്, പപ്പേനെ കൊണ്ടുവിട്ടു. ഞാനിപ്പം പിന്നെയും വീട്ടിലോട്ട് പോകാൻ പോവാ. എന്തെങ്കിലുമൊക്കെ മേടിക്കണം. പൊറോട്ട മേടിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ മറന്നുപോയി. പൊറോട്ടയും മേടിച്ചുകൊണ്ട് നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ വീട്ടിൽ എത്തിയിരിക്കുകയാണ്. എന്നെ കാണുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇനിയിപ്പം വീട്ടിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഗേറ്റ് ഒന്ന് അടച്ചോട്ടെ. ലെക്സിയെ കണ്ടില്ലല്ലോ. ലെക്സി അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ലെക്സി പിണക്കത്തിലാണ്. ലെക്സിയെ ഞാനിപ്പം കുറച്ച് ദിവസമായി ഒന്ന് വെളിയിലോട്ടൊക്കെ ഒന്ന് കൊണ്ടുപോയിട്ട്. അപ്പോൾ ഇന്ന് നോക്കട്ടെ, ഇന്ന് സമയം കിട്ടുവാണെങ്കിൽ അവളെ ഒന്ന് വെളിയിൽ കൊണ്ടുപോകാം. അയ്യോ, ഗേറ്റൊക്കെ അടയ്ക്കാൻ എന്നാ പാടാ. വെള്ളാക്കി എടുക്കണം. ഓക്കെ, അപ്പോൾ ഞങ്ങൾ തോണ്ട ലെക്സിയെ കാണിക്കാം. ലെക്സി ഇപ്പോഴേ വാലാട്ടി തുടങ്ങി അവിടെ നിന്ന്. ലെക്സി മോളെ എന്താ? ലെക്സി മോളെ എന്ന് വിളിച്ചാൽ അവളിങ്ങ് ഓടി വരും. അതാണ് ലെക്സിയുടെ സ്നേഹം. എന്താ ഇവിടെ ഉണ്ട്, ഇങ്ങനെ ഇരിക്കണം. എന്നിട്ട് നമുക്കിങ്ങനെ തലയൊക്കെ തടവി കൊടുക്കണം അവൾക്ക്, എന്നാലേ അവൾക്ക് ഒരു തൃപ്തി വരത്തുള്ളൂ. കഴിച്ചോ? കക്കൂട് കഴിച്ചോടി? ലെക്സി മോള് കഴിച്ചോടി? കഴിച്ചോ?
പോയി കഴിക്കുന്നതുകൊണ്ട് മമ്മി അതുകൊണ്ട് പുറകിലുണ്ട്. മമ്മിയുടെ അടുത്ത് പോയി പറ, മമ്മിയുടെ അടുത്ത് പോയി പറ കഴിക്കാൻ താ മമ്മി എന്ന് പറ. മമ്മി കഴിക്കാൻ താ മമ്മി എന്ന് പറ. ചെല്ല്. ലെക്സിയുടെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെക്സിയെ പുറത്ത് വിടാൻ പറ്റത്തില്ല കേട്ടോ. അതെന്ന് വെച്ചാൽ തുറന്നു വിട്ട് ഈ ഗേറ്റ് തുറന്ന ആള് പുറത്ത് ചാടും. കുറച്ചാളായിട്ട് ഇത് ഇല്ലായിരുന്നു, ഇപ്പം പിന്നെ അത് തുടങ്ങിയിട്ടുണ്ട്. അപ്പം എന്തെങ്കിലും വഴി ഒപ്പിക്കണം. ഒരാളെയും കൂടെ കാണിക്കാം. അതുകൊണ്ട് ഇരുട്ടത്തിരിക്കുന്നു, പക്ഷെ ഇവിടുന്ന് കാണാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. ഇതോ കണ്ട പപ്പ പോയതിൻ്റെ സങ്കടത്തിൽ കുത്തിയിരിക്കുന്ന ലെക്സി ഇരുട്ട കാണത്തില്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെയാണ്. ഇനി മുമ്പോട്ട് നോക്കാം എന്തെങ്കിലും കിട്ടുമോ എന്ന്. അത്ഭുതം ഗൈസ്, അത്ഭുതം. കിവി എൻ്റെ അടുത്ത് വന്നേക്കുന്നു. കിവിക്ക് എന്തോ പറ്റി ഇന്ന് പെട്ടെന്ന് എൻ്റെ അടുത്തൊരു സ്നേഹം. എന്തോ പറ്റി കിവിക്കൊരു സ്നേഹം ഇന്ന്? ആർക്കറിയാം. ആ കള്ളി അവിടെ പോയി ഇരുന്ന് അവളുടെ സ്ഥലത്ത് പോയിട്ട് ഇരുന്നിട്ടുണ്ട് അവള്. ഇനിയിപ്പോൾ ഇന്നത്തെ ദിവസം ഒന്നും പ്രതീക്ഷിക്കേണ്ട, അവളൊന്നും കഴിക്കത്തില്ല, പട്ടിണിയാ, വ്രതമാ. പപ്പ പോയതിൻ്റെ സങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കും. ഓട്ടുപോയി കിടന്നുണ്ട്. ഇനി ഉറങ്ങാനുള്ള പരിപാടിയാന്ന് തോന്നുന്നു. ചിരിക്കുന്നുണ്ട് ഗൈസ്. എന്തോ ഇത് കൈയിരിക്കുന്നേ? എന്തോ ഇത്? മരുന്നോ? തേക്കാനുള്ള? ആ. അമ്മച്ചിയുടെ കാപ്പി കുടിക്കാം. അമ്മച്ചിയുടെ അന്ന് ഞാൻ പറഞ്ഞില്ല, അമ്മച്ചി ഒന്ന് ചെറുതായിട്ട് വീണു. അതിൻ്റെ സർജറി കഴിഞ്ഞ് ഇവിടെ ഒരു ഇതുണ്ട്, പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ സ്റ്റിച്ചുണ്ട്. അപ്പോൾ ആ സ്റ്റിച്ചിൽ തേക്കാനുള്ള മരുന്നായിരുന്നു അത്. അമ്മച്ചി അത് കുറച്ചാൾ തേക്കണം. ആ മുറിവ്, ആ സ്റ്റിച്ചൊന്ന് ഉണങ്ങണം. അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. എൻ്റെ അമ്മേ, നമുക്കിനി നമ്മുടെ മുറിയിലോട്ട് പോകാം. രാവിലെ ഇച്ചിരി പണിയുണ്ട്, കുറച്ച് വർക്കുണ്ട് ചെയ്തു തീർക്കാനായിട്ട്. അപ്പോൾ കുറച്ചേരം ഇന്ന് അർദ്ധ ചെയ്യാം. എൻ്റെ മക്കളെ, അപ്പോൾ ഇന്ന് ഭയങ്കര ഹെക്ടിക് ഡേ ആയിരുന്നു. എനിക്ക് നല്ല വർക്കുണ്ടായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കുറേ വർക്കൊക്കെ ഞാൻ പെൻഡിങ് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കംപ്ലീറ്റ് ചെയ്തു. ഇനിയിപ്പം നമുക്ക് നേരെ താഴെ പോകും. എന്നെ ഫുഡ് കഴിക്കാൻ, ഡിന്നർ കഴിക്കാനായിട്ട് ജിബിൻ്റെ ചാനലിനെ ഏട്ടത്തെയും വിളിച്ചു. നമുക്ക് നേരെ താഴെ പോകും. എന്നിട്ട് താഴെ പോയിട്ട് താഴത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം. ഒരു ചിക്കൻ്റെ ബക്കറ്റ് കഴിച്ചു. ബക്കറ്റ് പീസ് ബർഗറും കഴിച്ചു, ബക്കറ്റും കഴിച്ചു. ഇവിടെ ഒരാൾ ഫ്രൈസ് കഴിച്ചു. കഴിച്ചു. ചിക്കൻ വിങ്സ് കഴിച്ചു. അതിനകത്ത് ഒരു സ്ട്രിപ്പ് ഉണ്ടായിരുന്നു, അത് കഴിച്ചു. പിന്നെ ബക്കറ്റ് കഴിച്ചു. പിന്നെ നിങ്ങൾ വാങ്ങിച്ച ഒരു ബക്കറ്റ് നേരത്തെ KSF എന്ന് പറഞ്ഞതാണ്. നാളെ KCB ചെറിയ സാധനം കഴിച്ചുള്ളൂ. മമ്മി ഇപ്പൊ എന്നെ മാത്രമേ പറഞ്ഞെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, നീ കഴിച്ചില്ലേ? കഴിച്ചോ? ഇച്ചിരിയാണല്ലോ, ഒത്തിരിയാണല്ലോ. ഇച്ചിരിയാണോ ഒത്തിരിയാണോ അത് കഴിച്ചു. അത് പറയേണ്ട കാര്യമില്ല. എന്നാലും KFCക്ക് KSF എന്നൊക്കെ പറഞ്ഞു. ഞങ്ങള് കേട്ടു. KSF പോയി ബക്കറ്റ് മേടിച്ചു. ചിക്കൻ മേടിക്കാൻ പോയി ജീവിതം. ഒരാള് KSF പോയി ബക്കറ്റ് ഇടാൻ പോയി, വേറൊരാള് KSF ചിക്കൻ മേടിക്കാൻ പോയി. മീൻകറിക്ക് ഭയങ്കര നാറ്റമാണ് പോലും. നാറ്റം ഇല്ലാതെ തിന്നുന്ന സാധനം എന്തുള്ളേ പറഞ്ഞു. ഐസ്ക്രീം. ആ, വാടഞ്ഞ് നൊമ്പ ഐസ്ക്രീം നാറ്റോ? ഇല്ല. ഉണ്ടാക്കുന്നത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അറിയാമോ ഐസ്ക്രീം ഒക്കെ? ഇവിടുന്ന് ഇങ്ങനെ റംബൂട്ടാൻ നേച്ചർ ഉണ്ടാക്കിയതാ. അത് നമുക്ക് ഇതിനകത്തുള്ള കാൽക്കുലേറ്റ് ചെയ്യാനേ പറ്റത്തില്ല. വൈ അത് തിന്നുന്ന സാധനമല്ലേ? ചിക്കൻ. എന്നാലും നമ്മളത് ചിക്കന് വാടകയുണ്ട്. എന്തോരം കഴുകിയിട്ടാ വിനാഗിരിയിലൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകി എടുക്കുന്നത്. ചിക്കൻ ആരും ഞാൻ ഇതുവരെ വിനാഗിരി ഇട്ട് കഴിയിട്ടില്ല. അയ്യോ, അപ്പോൾ ഡിന്നർ പരിപാടിയും കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ കയറി കിടന്ന് ഉറങ്ങാൻ പോവാം. എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലത്തെ അടിപൊളി കോണ്ടൻസ് ഒക്കെ അടിപൊളിയല്ല അടിപൊളി കോണ്ടൻസ് ഒക്കെ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി എല്ലാവർക്കും നാളെ കാണാം മക്കളെ. അതുവരയ്ക്കും ബൈ.